ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 12 ഡേ 11. ഓക്കെ, അപ്പൊ ഇന്ന് കാര്യങ്ങൾ തുടങ്ങുന്നത് തന്നെ ഗിസൈലിന്റെ മേക്കപ്പിൽ നിന്നാണ്. ഇത് കൊഞ്ചം ഓവർ അല്ലേ? അല്ലല്ല, ഗിസൈലിന് നല്ലൊരു കണ്ടന്റ് ആണ്. ഗിസൈൽ എനിക്ക് തോന്നുന്നത് അറിഞ്ഞു കളിക്കുന്ന കണ്ടന്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണെങ്കിലും അറിഞ്ഞു കളിക്കുന്നതാണെങ്കിൽ ഗിസൈലിന്റെ ട്രാപ്പില് അനുമോളും ഷൈത്തിയും കുറെ ടീമൊക്കെ പോയി ചാടിയിട്ടുണ്ട്. ഇനി അല്ല അവർക്ക് അതില്ലാതെ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എന്താ പറയാ ബിഗ് ബോസ് വെച്ച പണി എന്ന് തന്നെ പറയണ്ടേ. അപ്പോ തുടക്കം തന്നെ അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോ ഓൾറെഡി അവരത് കൺഫസ് ചെയ്തിട്ടുണ്ട്, അവർ ആര്യന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൺഫസ് ചെയ്തിട്ടുണ്ട്. മറ്റേ അതില് പറഞ്ഞ കറക്റ്റ് പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെല്ലാരും കൂടി അറ്റാക്ക് ചെയ്തപ്പോ അവള് സമ്മതിക്കില്ല. ഒരാളെ വന്ന് ചേർന്ന് നോർമലായിട്ട് ഡിറ്റക്റ്റീവ് അനുമോള് വന്നാലും പോയാലും ഇരുന്നാലും കിടന്നാലും ഈ പറഞ്ഞ ഗിസൈലിന്റെ എവിടെയാണ് മേക്കപ്പ് ഒളിപ്പിച്ച് നോക്കിയിട്ട് മണത്ത് നടക്കുകയാണല്ലോ തപ്പല്. അതെ, ഇരുന്ന് അനുമോളെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അനുമോള് കണ്ടന്റ് ആയി. എന്തായാലും അനുമോള് നെഗറ്റീവിലൂടെ ആണെങ്കിലും അനുമോള് 2-3 ദിവസമായിട്ട് കണ്ടന്റ് ആണ്. ഡിറ്റക്റ്റീവ് അനുമോള് എന്താണ് ഇന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായി നടക്കും. അതായത് ഗിസൈലിന്റെ ഗിസൈലിന്റെ ഡ്രസ്സ് വെച്ച സ്ഥലത്ത് മേക്കപ്പിന്റെ സാധനം തപ്പിയിട്ടാണ് ആര് നടക്കുന്നത്, അനുമോള് നടക്കുന്നത്. അപ്പൊ അനുമോളെ പിടിക്കും ചെയ്തു, ഗിസൈല് പിടിക്കും ചെയ്തു. പിടിച്ചതിന് ശേഷം ലൈക്ക് അവരുടെ ഒരു ഇതുണ്ട്, അവർക്കൊരു ദേഷ്യം ഉണ്ട്. ഓൾറെഡി ഒരു ക്യാറ്റ് ഫൈറ്റ് പോകുന്ന വഴിക്ക് അവരെന്ത് പറയും, എഫ് വേർഡ് ഒക്കെ ഉപയോഗിക്കും. അവരത് ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ലാലേട്ടനൊക്കെ ഇനി വരുന്ന സമയത്ത് തെറിവാക്ക് ഉപയോഗിച്ചതിനുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാം. പക്ഷെ ഒരാളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇങ്ങനെ പോയി ഇങ്ങനെ തപ്പാൻ തൊരപ്പൻ അനുമോൾക്ക് എന്താണ് ഇത്രത്തോളം അത് ബിഗ് ബോസിന്റെ ടീമും ക്യാമറയും നോക്കിക്കോളും. ഇപ്പൊ ഷാനവാസ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് അനുമോൾ എന്തിനാണ് പേഴ്സണൽ ബിലോങ്ങിങ്സ് തപ്പുന്നത്? അപ്പൊ പറഞ്ഞു നമുക്കൊന്നും ഇല്ലാത്ത ലക്ഷറി ഓക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്, അത് ഇവർക്ക് കംപ്ലൈന്റ് ചെയ്യാം. കംപ്ലൈന്റ് ബിഗ് ബോസ് എന്ത് ചെയ്യും? ബിഗ് ബോസിന്റെ ടീം വന്ന് തപ്പി സാധനം എടുത്ത് പോയിട്ടുണ്ട്. അപ്പോ അത് കണ്ടിന്യൂസ് ആയി ബിഗ് ബോസിനോട് പറയാ, ലാലേട്ടൻ വരുമ്പോ അത് റൈസ് ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. ഇത് നേരെ ഉൾട്ടടിക്കും. അല്ല, അത് ഉൾട്ടടിച്ചിട്ട് ഇത് തിരിയും. പിന്നെ വേറെ കാര്യമുണ്ട്, അനുമോൾ അപ്പൊ പറഞ്ഞ ഡയലോഗ് ഉണ്ട് ഷാനവാസിനോട്, നീ എന്തിനാ തപ്പണേന്ന് ചോദിച്ചപ്പോ, ചേട്ടാ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ കാണില്ലേ, അത് ക്യാമറ നോക്കി അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതന്നെ ഉള്ളൂ, ഗിസൈൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയിൽ കാണില്ലേ, അതറിയില്ലേ. അപ്പൊ അത് സ്വയം പറഞ്ഞ സാധനം തന്നെയാണ് ഗിസൈലിന്റെ ഇതിലും ആപ്ലിക്കബിൾ ആവുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇതൊന്നും അല്ല, ഇത് എന്നും ഇങ്ങനെ ഒരേ സാധനം പിന്നെയും തെരഞ്ഞെടുക്കേണ്ട കാര്യം, നേരെ കംപ്ലൈന്റ് കൊടുത്താൽ പോരെ, ബാക്കി അവര് നോക്കിക്കോളില്ല. അത് കണ്ടുപിടിച്ചു വരും. ഈഗോ ഹേർട്ടായി, അനുമോളെ ഈഗോ ഹേർട്ടായിട്ടിരിക്കുന്ന അനുമോക്ക് വിഷം വെച്ചു കൊടുക്കാൻ ശൈത്യ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ. ഇവിടുത്തെ ആണുങ്ങൾ മൊത്തം അവളുടെ ബാഗ് അവർക്ക് റേസ് മറ്റേ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ അവള് ഡ്രസ് ഇട്ട് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ആണുങ്ങളാണ് എന്നൊക്കെ പറയുന്നത്. ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊന്നും വിചാരിക്കരുത്. ശൈത്യനൊക്കെ ഡയലോഗിന് പുറത്തുനിന്നാണ് പറഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പല്ലേ നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനകത്തും തന്നെ അത് ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശൈത്യക്കുള്ളത് എന്താണെങ്കിലും കിട്ടും. ലാലേട്ടനാണെങ്കിലും ടീമാണെങ്കിലും ഇവരുടെ ഈ അനുമോളുടെയും ശൈത്യന്റെയും ഈ ഇരുന്നിട്ടുള്ള സംസാരം വീക്കെൻഡ് എപ്പിസോഡിൽ കേൾപ്പിച്ചു കൊടുക്കണം, കാണിക്കണം. കാരണം അവിടെയുള്ള ആണുങ്ങളെ മൊണ്ണകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനുമോള് പറഞ്ഞത് അനുമോളും ശൈത്യയും മേക്കപ്പ് ഇട്ട് നടക്കുന്ന സമയത്ത് ഈ ആണുങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് മൊണ്ണകളല്ലേ? അപ്പോ ഗിസൈല് ഡ്രസ്സും മേക്കപ്പ് ഇട്ട് നടക്കുന്നത് നോക്കിയാൽ മാത്രമാണോ അവിടെയുള്ള ആണുങ്ങൾ മൊണ്ണയാവുന്നത്? അതൊരുമാതിരി ആണുങ്ങളെ പറ്റ വൃത്തികെട്ട രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് ഇതന്നെ അനുമോൾ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അനുമോൾ ഇതിന് മുമ്പ് അക്ബറിനെ പറഞ്ഞതും ഇതിനിടയിൽ നമ്മളെ നെവിനെ പറഞ്ഞതും, എന്നിട്ട് ആ നെവിൻ വന്ന് കട്ടുമ്പ കടന്നു പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ച ആൾക്കാർ പിറ്റേ ദിവസം നെവിന്റെ ഒപ്പം കട്ടുമ്പ കയറി കിടക്കുന്നുണ്ട്. അപ്പൊ അത് വിഷയമല്ല. എന്താണ് ആ ഒരു സാധനം ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി വേറെ എന്റെ സാധനങ്ങളൊന്നും എടുക്കരുത് എന്റെ ബാഗിൽ നിന്ന് പ്ലീസ്. അവളെ നിങ്ങളുടെ സൈഡിൽ തലവിണി അത് രണ്ടുപേരും ആവശ്യമില്ല. എന്താ അപ്പാണിയുടെ കരിയറൊക്കെ അടഞ്ഞു പോയ അവളെ ബോയ് ഫ്രണ്ട്സ് അല്ലേ അവിടെ ഇരിക്കുന്ന മൊത്തം, അതുകൊണ്ട് ആരും ഒന്നും പറയില്ല. പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങളുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാണ്. ഇരിക്കുന്ന എല്ലാം ആ അപ്പി ഒഴിച്ച് ബാക്കി എല്ലാം
അവളെ ബാക്കിൽ മോയ്സ്ചറൈസർ കണ്ടോ? പെണ്ണിനെ കണ്ടാ വീഴുന്ന മൊണ്ണകള് അത് പറയുന്ന രീതിയിൽ ശ്രദ്ധിച്ചോ? അറപ്പിലൂടെ പറയുന്നത് എന്താ ഈ അനുമോളുടെ വീട്ടിലെ ആണുങ്ങള് മറ്റേ കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളെ കാണുമ്പോ നോക്കാത്തവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണോ? അല്ല, ഇവരാരും നോക്കി നോക്കിയാൽ തന്നെ എന്താ പ്രശ്നം? എനിക്ക് തോന്നിയില്ല അക്ബറിനെയോ ശരത്തിനോ എനിക്ക് തോന്നിയില്ല നോക്കുന്നുണ്ടെന്ന്. അഭി ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നാണ് പറയുന്നത്. അല്ല, നോക്കിയ എന്താ കുഴപ്പം? ഇതേ പറയുന്ന അനുമോളും ശൈത്യയും അവർക്ക് ബാഡ്ജ് കിട്ടി, പണിപ്പുരന്ന് അവരുടെ ഡ്രസ്സും മേക്കപ്പും കിട്ടിയിട്ട് അവരിട്ട് നടക്കുമ്പോ ആണുങ്ങൾ നോക്കി എന്താ മൊണ്ണ എന്നെ നോക്കുന്നതെന്ന് ചോദിക്കുവോ? അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. അവര് നോക്കണം, മനസ്സിലായി? ഇതെന്താ ഇതൊരു മറ്റേ സാധനമാണ്, അസൂയ. അത് കറക്റ്റാ. ബാക്കി എല്ലാവരും പറഞ്ഞ കറക്റ്റ്. അക്ബർ അതിന്റെ ഇടയിൽ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ എന്തിനാ ഇടപെടേണ്ട കാര്യം? അത് മേക്കപ്പ് അവന്റെ പേഴ്സണൽ സാധനങ്ങളാണ്, അതുകൊണ്ട് ഇടപെടാൻ താല്പര്യം ഇല്ലാറുണ്ട്. അപ്പൊ തന്നെയാണ് പറയുന്നത് അത് അസൂയും കുശുമ്പാണെന്ന് അക്ബർ കറക്റ്റ് പറയുന്നുണ്ട്. അല്ല, അതിന്റെ ഉള്ളിൽ പോകേണ്ട കാര്യം അവിടുത്തെ ആണുങ്ങൾക്ക് ഇല്ല. പിന്നെ ചെയ്യാം എന്ത് നിയമലംഘനം ഗിസയിൽ നടത്തിയ സമയത്ത് കൃത്യമായിട്ട് എല്ലാവരും ഇടപെട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ബിഗ് ബോസിനെ അറിയിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ വരട്ടെ. അപ്പൊ അങ്ങനെ ടാസ്ക് ഇന്ന് രാവിലെ തന്നെ കയ്യിലുള്ള റേസ് ബാഡ്ജ് എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് കിട്ടിയെന്നുള്ള ടാസ്ക് കാണിച്ചു തന്നു. അതിൽ തന്നെ ആര്യൻ ഓടിപ്പോയി. ആര്യനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും സ്പീഡുള്ള ആള്. അപ്പൊ ഏത് ടാസ്ക് ഇങ്ങനത്തെ ഓട്ടവും പരിപാടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആര്യൻ അത് ഫസ്റ്റ് തന്നെ പോയി ചാടി എടുക്കും. അതാണ് ഇത്ര വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആര്യൻ പോയി, ആര്യൻ എടുത്തു. ആര്യന് 2 എണ്ണം കിട്ടി. ഒന്ന് ആര്യൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇനി അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. ആണെങ്കിൽ അടിപൊളി. ആര്യം ചിലപ്പോ പറഞ്ഞു കാണും ഞാൻ ഓടിപ്പോയി 2 എണ്ണം എടുക്കാം, നീ പുറത്ത് മാത്രം നോക്കിന്നാ മതി ഗിസേലിനോട്, ഞാൻ പുറത്തേക്ക് ഒന്നിടുമ്പോ അത് നീ എടുത്താൽ മതി. അത് പ്ലാൻ ചെയ്ത് കളിച്ചാണെങ്കിൽ വെൽഡൺ ആര്യൻ. ഇനി അല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണെന്നുണ്ടെങ്കിൽ വെൽഡൺ ഗിസേൽ. കാരണം ഗിസേൽ ഓടി എത്തിയില്ല, പക്ഷെ അത് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായി. ഷാനവാസ് കഴിഞ്ഞു വട്ടം ആര്യന്റെ ഗോൾഡൻ കല്ല് പുറത്ത് വീണപ്പെടുത്തല്ലോ. ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം ഒരു കളിയിൽ. ആ പ്രസൻസ് ഓഫ് മൈൻഡ് കൃത്യമായിട്ടുള്ളത് കൊണ്ട് ജിസേലിന് ആ സാധനം എടുക്കാൻ പറ്റി. അതിന് ഭയങ്കര സന്തോഷിച്ച് നിന്നപ്പോഴാണ് ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് വന്നപ്പോ പോയല്ലോ. മറ്റവർക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇഷ്ടമായിട്ടോ വെൽ ഡൺ ബിഗ് ബോസ് ടീം. ബിക്കോസ് ഗിസേലിന് ആ സാധനം കൊടുക്കാതിരുന്നത് വളരെ നന്നായി. കാരണം അവരവിടെ കാണിച്ചു കൂട്ടിയ നിയമലംഘനത്തിൽ അത്രയെങ്കിലും നിങ്ങൾ ചെയ്തത് കൊള്ളാം. അപ്പൊ അവിടെ പിന്നെ അനുമോളും ശൈത്യ നന്നായി, അവൾക്ക് കിട്ടിയ പണി നന്നായി എന്ന് പറയുകയും ചെയ്തു. പിന്നെ അവരത് അബിക്ക് കൊടുത്തു. അബിക്ക് കൊടുക്കാൻ പിന്നെ എല്ലാരും ഒരുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബിക്ക് കുറച്ച് ഷൂസും കാര്യങ്ങളും ഇതൊക്കെ അബിൻ്റെതായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബിക്ക് എന്താ പറയുക, ഈ ഒരു സോഫ്റ്റ് കോർണർ ബിൽഡ് ചെയ്യുന്നത് അബിക്ക് അത്ര നല്ലതല്ല. ഇപ്പൊ ഒരു സോഫ്റ്റ് കോർണറും അല്ലെങ്കിൽ അബിനോടുള്ള ഒരു ഇതൊക്കെ തോന്നിയതിനാണെങ്കിൽ അത് കുറച്ച് മുന്നോട്ട് ഗെയിം പോകുമ്പോഴത്തേക്ക് ഇവർ ഈ പറഞ്ഞ സോഫ്റ്റ് കോർണർ കാണിക്കുന്നവർ തന്നെ എന്ത് ചെയ്യും, തിരിച്ചടിക്കും. നീ ഇതും പറഞ്ഞ് നീ ഇതാക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അബിക്കിട്ട് തിരിച്ചു കുത്താനും ഇവന്മാര് മടിക്കില്ല എന്നുള്ളത് അല്ലേ, സാധനം അതിനകത്തുണ്ട്. അത് അബി മനസ്സിലാക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. എന്താണെങ്കിലും അങ്ങനെ ആ ഒരു സംഗതി കഴിഞ്ഞ് കിട്ടി. ആ സംഗതി കഴിഞ്ഞതിന് ശേഷം പിന്നെ മെയിനായിട്ട് ഇന്നുണ്ടായിരുന്ന പരിപാടി നമ്മളെ അനീഷിനെ വീണ്ടും വട്ടത്ത് കൂടി കരകിരിക്കരാന്ന് പറഞ്ഞിട്ട് അനീഷിനെ നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷിനെ പിന്നെ ഇപ്പൊ യൂഷ്വലായി ബിഗ് ബോസിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കണ്ട് കാരണം അനീഷിനെതിരെ ഇനി എന്തൊക്കെ തിരിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അനീഷും മെയിൻ ലീഡ് കണ്ടന്റ് ആയതുകൊണ്ട് കിച്ചണില് കണ്ടന്റ് ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാർ കണ്ടന്റ് കിച്ചണിലാണ്. ലീഡ് കണ്ടന്റ് മേക്കർ അനീഷിന്റെയാണ്. ഇന്നും ചൊറി അനീഷിന്റെ ചുറ്റും ഉണ്ടായിരുന്നു. അതിനിടയിൽ റെന ഫാത്തിമ കുറച്ച് അൺവാണ്ടഡ് ആയിട്ട് പ്രൊവോക്ക് ചെയ്യാം, പക്ഷെ അതൊരു അനീഷ് പ്രൊവോക്ക് ചെയ്യുമ്പോ ഇപ്പൊ നമുക്ക് ഫണ്ണായിട്ടാ തോന്നുന്നത്. വെറുപ്പിക്കലാണെങ്കിലും കുറച്ച് ഫൺ ആസ്പെക്ട് ഉണ്ട്. പക്ഷെ റെന ഫാത്തിമ പോയി ചൊറിയുന്നത് കാണുമ്പോ റെനയ്ക്ക് ഒരു നെഗ് കിട്ടുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ആ ബോഡി ലാംഗ്വേജ് ആണ് പ്രശ്നം. അപ്പൊ അത് കുറച്ച് സീനാണ്. അത് റെനയ്ക്ക് നെഗ് വരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അനുമോളുടെ കാർഡ് അതാണല്ലോ, ഡിറ്റക്റ്റീവ് കാർഡ്, കരച്ചിൽ കാർഡ്, കുലക്കാട്. ഇതെല്ലാം ചെയ്തിട്ടും എല്ലാം അന്വേഷിച്ചിട്ടും ഫുള്ള് തപ്പി നടന്നിട്ട് അവസാനം വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കരച്ചില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കും. ഓഡിയൻസിന് കണ്ണീര് വേണ്ടേ, ചേച്ചി കരയണ്ടേ, കരയും. അതാ എനിക്ക് സത്യം എനിക്ക് ആ സാധനം ലാലേട്ടൻ ആ സ്ക്രീനിൽ കാണിക്കണം എന്നാണ്. ഞാനൊരാളാണ് ആണുങ്ങളെ മൊത്തത്തിൽ അവിടെ ഇരിക്കുന്നവരെ മൊണ്ണാന്നൊക്കെ പറയുന്നതിന് അനുമോളെ നോക്കിയിട്ടാണ് ഇപ്പൊ. അല്ലെങ്കിൽ അനുമോൾ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും പറയാണ് ഓളൊരു മൊണ്ണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ആണുങ്ങളെ വായ നോക്കുന്നതാണ്. ആണുങ്ങൾ ട്രൗസർ ഇട്ട് കടന്നു കഴിഞ്ഞാൽ അനുമോൾ ഇങ്ങനെ കടന്നു നോക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു മുഖഭാവത്തിലൊക്കെയാണ്. വിട് കൺട്രോൾ കൊല്ലണ്ട. അപ്പൊ ഇനി അടുത്തത് ഇന്ന് ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് അവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളില്ല, ഒക്കെ ഫിസിക്കലി ഉള്ള ടാസ്കുകൾ നടന്നുകൊണ്ട് തന്നെയാണ് തോന്നുന്നു.
ഇന്ന് ബിഗ് ബോസ് എന്ത് ചെയ്തു, പെർഫോം ചെയ്യാനുള്ളൊരു ടാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെർഫോം ചെയ്യാനുള്ള ടാസ്കിൽ അത്യാവശ്യം എല്ലാവരും അല്ലെ നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തു. അക്ബറും അനുമോളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിവിനും ഷാനവാസും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രസമുണ്ടായിരുന്നു, ഫണ്ടായിരുന്നു. അതെ, അതും രസമുണ്ടായിരുന്നു. ശൈത്യ ചെയ്തതും കൊള്ളാം, എനിക്ക് അങ്ങനെ മോശം തോന്നിയില്ല അല്ലെ. ശൈത്യയും നോറിയും ചെയ്തതും അത്ര മോശം തോന്നിയില്ല. പിന്നെ അത് ഫ്രം ബിഗ് ബോസ് തന്നെ ആയതുകൊണ്ട് അത് രസമുണ്ട്. അതൊരു വേറെ എല്ലാരും ചിന്തിക്കുന്നതിൽ നിന്ന് അവരൊന്നും അങ്ങനെ ചിന്തിച്ചത് കൊള്ളാം. ആര്യനും ജിസേലും ആണ് മക്കളെ ക്രിഞ്ച് ഫെസ്റ്റ്. ഭയങ്കര വൃത്തികേടായിരുന്നു. ക്രിഞ്ച് സാധനമായിരുന്നു. അതായത് ഒരു രസം തോന്നിയില്ല, അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിന്റെ അഭിനയത്തിനല്ല പറഞ്ഞത്. ഒരു മലങ്കൾട്ട് സാധനം, ഒരു രസമില്ല. അതൊരു മലങ്കൾട്ടായി പോയി. അതിനുശേഷം പിന്നെ വന്നത് നമ്മളെ അപ്പാനി ശരത്തും ബിന്നിയാണ്. ബിന്നി അപ്പാനി ശരത്തും കുഴപ്പമില്ല, അങ്ങനെ ഒരു ഓവെന്ന് പറയാനൊന്നുമില്ല, സാധാ പോലെ തന്നെ നോർമലി. അത് കേക്ക് വാക്കാണ് അവർക്ക്, കാരണം രണ്ടുപേരും ആർട്ടിസ്റ്റാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അബിയും നന്നായിട്ട് ചെയ്തു, ബിൻസി നന്നായിട്ട് ചെയ്തു. അങ്ങനെ അത് മൊത്തത്തിൽ കഴിഞ്ഞ സ്ഥിതിക്ക് അതില് ഇവരാണല്ലോ ഈ 6 പേരാണ് ഡിസൈഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ 6 പേര് ഡിസൈഡ് ചെയ്ത അക്ബറിന് നല്ല ചോയ്സ് ആയിരുന്നു. പിന്നെ അതിനിടയിൽ നൈസായിട്ട് അവിടെ ഒന്ന് 4ാം സ്ഥാനം 5ാം സ്ഥാനം തമ്മിലുള്ള ചെറിയൊരു കരപരക്കിരപരെ വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വന്നുപോയി. അപ്പൊ അനീഷ് ലാസ്റ്റ് ആയി. അപ്പൊ അവിടെ തന്നെ പിന്നെ ചർച്ച വന്നു. അനീഷിന്റെ പറഞ്ഞു എന്റെ ഗ്രൂപ്പിലുള്ള ആയതുകൊണ്ടാണ് നിങ്ങൾ ലാസ്റ്റ് ആയത്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിനിടയിൽ ബിന്നിയും ഷാരികയും തമ്മിലുള്ള ഒരു ചെറിയ കൊമ്പ് കോർക്കൽ സ്കീമുകൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതെ, പക്ഷെ ബിന്നി വേറെ കാര്യമുണ്ട് കേട്ടോ. ബിന്നിയാണ് ഇതിന്റെ ഇടയിൽ മറ്റേ ഈ ഇത് മാലപ്പടക്കത്തിന് തിരികൊളത്തൽ ബിന്നിയാണ്, പൂത്തിരി ബിന്നിയാണ് കുളത്തി വെക്കുന്ന എല്ലാ വിഷയങ്ങളും ആ വീട്ടിൽ ഓൾമോസ്റ്റ് അല്ലേ. ഇന്നലെ അടിയൊക്കെ ഉണ്ടായിട്ട് തോപ്പിടിച്ചിരിക്കുന്നുണ്ട് ബിന്നിയാണ് കുളത്തിട്ട് കൊടുക്കുന്നത്. വെൽ പ്ലേഡ് ബിന്നി എന്നേ പറയാനുള്ളത്. അങ്ങനെ ഒരാള് വേണം. സ്ത്രീകളെ കൂട്ടത്തിൽ അനുമോളെ പോലെ കാർഡുകൾ എടുത്ത് പുറത്തിടുന്നതല്ലാതെ ഇങ്ങനത്തെ ഗെയിം കളിക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഗെയിം. അത് നന്നായിട്ട് അവര് എക്സിക്യൂട്ട് ചെയ്ത്, അതെ, അത് എക്സിക്യൂട്ട് ചെയ്ത് അവര് കൊണ്ടുപോയിട്ട് മുന്നോട്ട് ഇടുന്നുണ്ട്. ഇതിനിടയില് നമ്മള് രേണു ചേച്ചി ഇപ്പോഴും മറ്റത് വിട്ടിട്ടില്ല. ഇപ്പോഴും എന്താണ് സെപ്റ്റിക് ടാങ്കിലാണ്. 36 പുറത്ത് വരുന്ന എനിക്ക് തോന്നുന്നില്ല, കാരണം വേറെ ഒന്നും ഇല്ലാത്തോണ്ടാണ് തോന്നുന്നു അതിലെന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അത് പിന്നെ വീണ്ടും ഡിറ്റക്റ്റീവ് എന്ത് ചെയ്തിട്ടുണ്ട്, ആര്യന്റെ പൊക്കി എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ആയിട്ട് അടിച്ചു മാറ്റിയിട്ട് പിന്നെ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. അത് വൻ വെറുപ്പിക്കലായിരുന്നു. പിന്നെ അതിനുശേഷം എഗെയിൻ ഈ ഫൈനൽ 4ാമത്തെ ആരാണ് പുറത്താവുന്നുള്ള ഡിസൈഡ് ചെയ്യുന്ന ടാസ്ക് വന്നു. അനീഷ് നന്നായി പെർഫോം ചെയ്തു. അതായത് അനീഷിനെ അവരെല്ലാം ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ആ 6 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അജിലിറ്റിയും സ്പീഡും ഉള്ളത് അനീഷ് തന്നെ ആവും എന്നുള്ളത് നമുക്ക് കണ്ടാൽ കുറെ മനസ്സിലാവുന്ന കേസാണ്. കാരണം ഒനിയിൽ അത്ര സ്പീഡുള്ള ഒരാളല്ല. ശാരിക ആണെങ്കിലും അത്ര സ്പീഡിലെത്തില്ല. പിന്നെ റെനയാണ് കുറച്ചും കൂടി സ്പീഡിൽ എത്താണ്ടായിരുന്നത്. ബട്ട് അനീഷിന് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് അഡ്വാൻറ്റേജ് നല്ല രീതിയിൽ അനീഷ് യൂസ് ചെയ്തു. അനീഷ് അത് യൂസ് ചെയ്ത മാത്രമല്ല, ഒനിയിലും അനീഷും തമ്മിലൊരു ചെറിയ സാധനം ഉണ്ടായിരുന്നല്ലോ, അത് അനീഷിന് തീർത്തു. ഒനിയിലെ തട്ടിയിട്ട് പിന്നെ അനീഷിന് കംപ്ലൈന്റ് ആയിരുന്നല്ലോ, ഒപ്പമുള്ള ആൾക്കാരൊന്നും പെർഫോം ചെയ്യില്ല. ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടിയപ്പോ നന്നായി പെർഫോം ചെയ്തു. അതിനുശേഷം വീണ്ടും അനീഷിനെ തന്നെ അക്ബറും ബാക്കി ടീമൊക്കെ പുറത്ത്. അനീഷ് ഹീറോ ആണെങ്കിൽ നീ വില്ലനാണോ? അത് അക്ബർ ആരോട്? ശരത്തിനോട്. ശരത്ത് ഞാൻ കലിപ്പനാണോ, ഞാൻ വില്ലനാണോ? അതിനെ മോട്ടറാക്കി വിടുന്നുണ്ട്. എല്ലാരും ഇമേജ് പറയാണ് അക്ബർ ഞാൻ സംസ്കാര ശൂന്യൻ, എനിക്ക് വലിയ വിലയും തലൊന്നുമില്ല, ഞാൻ ഏതായാലും എന്റെ എല്ലാം പോയി, ഞാൻ എനിക്ക് അറിഞ്ഞു പറഞ്ഞ് കളിക്കാൻ പോകും. ബിന്നിനെ ഗസ് ചെയ്ത് വേണ്ട, ബിന്നിനെ ഭയങ്കര ഗസ് ചെയ്ത് കളഞ്ഞു കേട്ടോ അക്ബർ. ശരത്ത് പറഞ്ഞു ഞാൻ ഗുണ്ടയാണ് പുറത്ത്. അപ്പൊ അപ്പോഴാണ് അക്ബർ പറഞ്ഞു അനീഷ് ഹീറോ ആണെങ്കിൽ നീ വില്ലൻ, അല്ലെങ്കിൽ നീ ഹീറോ അനീഷ് വില്ലൻ, അങ്ങനെയാവുന്നുണ്ട്. പക്ഷെ അക്ബറിന്റെ വർത്താനൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അതല്ല അതിന്റെ ഒരു കാര്യം മറ്റേ കാര്യം പറഞ്ഞു, മറ്റേ ടാസ്കിന്റെ ഇടയിൽ അനീഷിനെ സഹായിക്കോ ചോദിച്ചപ്പോ സഹായിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കാര്യമൊന്നുമില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ അനീഷിനെ എവിടെ കിട്ടിയാലും അടിക്കാന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുക്കണം. ഇതിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ അയാളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്ന പിന്നെ അയാൾ ചോദിക്കണ്ടല്ലോ. ലാലേട്ടൻ പറഞ്ഞതാണ് അതിനുള്ള കറക്റ്റ് മറുപടി. സഹായിക്കാൻ ചോദിക്കുമ്പോ സഹായിക്കണ്ട, അത്രേ ഉള്ളൂ. അതെ, സഹായിക്കാൻ കൊടുത്തപ്പോ അനീഷ് നീ പഠിപ്പിക്കണ്ട. അനീഷ് അങ്ങനെയാണ്. പിന്നെ അത് അറിഞ്ഞോണ്ട് പിന്നെ പോയി പറയേണ്ട കാര്യമില്ല. പിന്നെയും വീണ്ടും കറങ്ങി തിരിഞ്ഞ് കണ്ടന്റ് അനുമോളിൽ തന്നെ എത്തി. അപ്പാനി ശരത്തും ബാക്കി ടീമും ഇരുന്നിട്ട് അനുമോള് അനീഷിനോട് പോയിട്ട്
സോഫ്റ്റ് കോർണർ കാണിച്ച കാര്യം അപ്പാനി വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പാനിക്ക് വേറെ സീനൊന്നുമില്ല. അനീഷ് നിൽക്കണോടത്തോളം കാലം അപ്പാനി എതിർത്ത് നിൽക്കാനുള്ള സ്കീമിലാണ് നോക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ അനീഷ് ഉള്ളിടത്തോളം കാലം അപ്പാനിക്ക് എന്തുണ്ട് കണ്ടന്റ് കാണും. പിന്നെ ബിൻസിന്റെ സ്റ്റോറി, ഒരു സ്ട്രോങ് ലേഡി എന്നുള്ള നിലയ്ക്ക് അവരുടെ സ്റ്റോറി നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അതെ, വലിയ ഗിമിക്കുകളൊന്നും ഇല്ലാതെ നല്ല ഫ്ലോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രസത്തില്. ആർജേനന്റെ ഒരു ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു ടാലന്റ് അവര് സൗണ്ട് നല്ല അടിപൊളി സൗണ്ട്. അതെ, അതങ്ങനെ അങ്ങനെ എടുത്തെടുത്ത് വെച്ചു. പിന്നെ നമ്മളെ ആദില വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ആദിലേക്ക് കുറെ അധികം ഓപ്പൺ അപ്പ് ആവാനുള്ള ടോപ്പിക്കുകൾ ഉണ്ട്. കമ്മിങ് ഡേയ്സ് അതൊക്കെ വരും. പ്രൊഫഷണൽ ലൈഫിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അധികം ഒന്നും ഇല്ലാത്തത്. അത് വരുമായിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഞാൻ ഇന്ന് അങ്ങനെ കൂടുതലായിട്ട് ലൈവ് കണ്ടിട്ടില്ല. രാവിലെ 2 സിനിമയ്ക്കൊക്കെ പോയി വന്ന് പിന്നെ കിടന്നുറങ്ങി. കൂലി പണിതുകൊണ്ട് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല ലൈവിനകത്ത്. അങ്ങനെ ഇന്ന് കാര്യമായിട്ടൊന്നും നടന്നു എന്നും എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് ഇന്ന് ലൈവില് നടന്നു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് എന്തിൽ കാണിച്ചിട്ടുണ്ട്, ഇന്നത്തെ എപ്പിസോഡിലും കാണിച്ചതായിട്ടാണ് എൻ്റെ ഒരു അറിവുള്ളത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ 2 പേര് പോയി. അക്ബറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സത്യം പറഞ്ഞാൽ. അക്ബർ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ സീസൺ ശ്രദ്ധിച്ചാൽ മതി നിങ്ങള്. ഈ സീസണില് കഴിഞ്ഞ സീസണിലും ബാക്കി എല്ലാ സീസണുകളിലും കുറച്ച് കണ്ടസ്റ്റൻസിനെ മാത്രം വെച്ചുകൊണ്ട് സ്ക്രീൻ സ്പേസ് കൊടുത്ത് മുന്നോട്ടുള്ള ഒരു പോക്കായിരുന്നു ബിഗ് ബോസിന്റെ പാറ്റേൺ. പക്ഷെ അതല്ല, എല്ലാവർക്കും ഓരോ എപ്പിസോഡ് വരുമ്പോഴും ഓരോ ആഴ്ചയിലും ഓരോ ദിവസത്തിലും ഓരോരുത്തരുടെ കണ്ടന്റും അവരെന്ത് ചെറുതാണെങ്കിലും അവർ കൊടുക്കുന്നുണ്ട്. കൊടുക്കാതിരിക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നു 3-4 ആഴ്ച പോകുമ്പോഴത്തേക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആരെങ്ങനെയെന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. നല്ല ഓപ്ഷനാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതില് ലാലേട്ടൻ വരുമ്പോ എടുത്തു വെക്കേണ്ട സാധനമാണ് ആ മൊണ്ണാന്ന് പറഞ്ഞത്. അത് വിടാൻ പാടില്ല. കാരണം എന്താ അറിയോ, സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ആണുങ്ങളാണ് സംസാരിക്കാറ്. സ്ത്രീകളെ വിഷയം വരുമ്പോൾ എപ്പോഴും ആണുങ്ങൾ, അകത്താണെങ്കിലും പുറത്താണെങ്കിലും ആണുങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ആണുങ്ങളെ ഇങ്ങനെ ഒരു സ്ത്രീ ഇരുന്നുകൊണ്ട് ഒരു റിയാലിറ്റി ഷോയിൽ, അതും ഇത്രയും വലിയൊരു ഓഡിയൻസ്, കോടിക്കണക്കിന് മലയാളികൾ കാണുന്ന ഒരു ഷോവിനകത്ത് അവരറിയാത്തൊരു കാര്യത്തിന് ഇത് പലവട്ടായി ആണുങ്ങൾ ഒരുമാതിരി ഊസാക്കിയിട്ടുള്ള വർത്താനം ഈ അനുമോളെ എടുത്ത് പറയാൻ തുടങ്ങിയിട്ട് അത് അനുമോളെ പിടിച്ച് കീറിയേ പറ്റൂല ആ സാധനം. ഓള് കുലയാണെന്നുണ്ടെങ്കിൽ ഓള് കുലയായിട്ട് വീട്ടിലിരുന്നോട്ടെ. ഓള് നാട്ടുകാരെ നിങ്ങത്തിക്കല്ല ഓളെ കൊലോണ്ട് വെക്കേണ്ട ആവശ്യം. അത് ഓളെ ഒറിജിനലോ എന്തോ ആയിക്കോട്ടെ, പൊട്ടും തൊട്ട് നടക്കുന്നുണ്ട്. എന്തിനാണോ നാട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ നെവിന്റെ കാര്യം ചിലപ്പോൾ ചില സമയത്ത് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നെവിന്റെ പോക്കിൽ എന്താണെങ്കിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നെവിൻ പോയി ചിലരെ കെട്ടിപ്പിടിക്കും, ചില നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ടൈമിൽ നെവിന് അത് മുന്നോട്ട് പോണ പോക്കിൽ ഇത് ആരെങ്കിലും യൂസ് ചെയ്യും. നെവിനെതിരെ തന്നെ ഏതെങ്കിലും ലേഡി ചിലപ്പോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാണ് യൂസ് ചെയ്യാം, ആര് വേണം യൂസ് ചെയ്യാം. അതായത് അവരുടെ ഇഷ്ടം ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് ഇല്ലാതെ അവരെ കയറി പിടിച്ചു അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ അങ്ങനത്തെ അലിഗേഷൻസ് നെവിനെതിരെ വരും. അത് നെവിൻ ബെറ്റർ ടേക്ക് കെയർ ചെയ്യാന്നല്ല വേറെ വഴിയില്ല. പക്ഷെ അതല്ല, ഈ അനുമോള് പറയുന്ന കാര്യങ്ങൾ, അത് ഈ ശൈത്യ അനുമോള് രണ്ടുപേരുണ്ടല്ലോ. ശൈത്യ അനുമോളുണ്ട്, ഇത് എനിക്ക് രണ്ടിനും ഇപ്പൊ കാണുമ്പോ ഡൊമക്സിലെ പരസ്യത്തിലാണ് 2 ഓർമ്മ. ലാസ്റ്റുള്ള 2 സാധനങ്ങൾ അതുപോലെ എനിക്ക് തോന്നുന്നു. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അത് 2 കാര്യവും ചെയ്യും, 2 പറയും ചെയ്യും, ഇതിങ്ങനെ അടിച്ചോണ്ടിരിക്കും. ഒന്നുകിൽ ശൈത്യക്ക് മനസ്സിലായി അനുമോളുടെ കൂടെ ഇരുന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ, ശൈത്യക്കാണ് മനസ്സിലായത്. അനുമോളുടെ കാര്യം കൂടെ കാര്യം പറഞ്ഞാല് നല്ലതാവും എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടോ? പിന്നെ അനുമോള് നോക്കുമ്പോഴും എന്താണ്, ഗിസൈലിന്റെ കണ്ടന്റ് ഓടും. അപ്പൊ പിന്നെ ഗിസൈലിനെ ഞാൻ തന്നെ പിടിക്കാന്നുള്ള രീതിക്ക് ആ ഈഗോം കൂടി അവര് വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങള് ഡിറ്റക്റ്റീവ് ആയിട്ട് കണ്ടുപിടിച്ചെടുത്തിട്ട് പിന്നെ അവർ ഡ്രോപ്പ് ചെയ്യണം. പിന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിന് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഇവര് പോയി, ഷാരിക കേബിയും പോയി, ഒനിയിലും പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി അവരുടെ അപ്ഡേറ്റ് എങ്ങനെ എന്താന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു ഇതിലെന്തൊരു ട്വിസ്റ്റ് കാണും. ഇത് എവിക്ഷൻ തന്നെ ആവാനുള്ള ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. അവർ എവിക്ഷൻ എന്നുള്ള സസ്പെൻഷൻ ആക്കി, മേ ബി സസ്പെൻഷൻ നാളെ എവിക്ഷനും ആവാം. എവിക്ഷൻ സസ്പെൻഷൻ ആവാന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ എന്താവാം, ഡിസ്മിസൽ ആവാം. അത് എവിക്ഷൻ ആയി മാറാം. മേ ബി അങ്ങനെയും ഒരു റയർ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അറിയാൻ പാടില്ല. കാരണം അടുത്ത ആഴ്ചയിലെ വോട്ടിങ്ങിലേക്ക് ചിലപ്പോൾ ഇവരെ ബിഗ് ബോസ് ഇടും, മനസ്സിലായോ? പക്ഷെ അവരെ ആക്ടിവിറ്റിയിൽ എവിടെയും കാണിക്കില്ല, അവരെവിടെയും വരില്ല. ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് പോയാൽ ആളുകൾ വോട്ട് ചെയ്യില്ല. അങ്ങനത്തെ സ്കീം വരുമോന്ന് അറിയില്ല. കാരണം ഇനി അവർക്ക് സ്ക്രീൻ സ്പേസ് ഇല്ല, അവരില്ല ഗെയിമിനകത്ത്. അവരെപ്പോൾ തിരിച്ചു വരും, എങ്ങനെ തിരിച്ചു വരും എന്നുള്ളതൊക്കെ അപ് ടു ബിഗ് ബോസ് ആൻഡ് അതിനകത്തുള്ള ഇൻമേറ്റ്സിനൊക്കെ അനുസരിച്ച് അവരുടെ എന്തൊക്കെയോ പുതിയ പരിപാടികളാണ്.
ഞാൻ ഡോഗ് എന്ത് വരുന്നുള്ള ഞാൻ ആലോചിച്ചു നോക്കും. അനീഷ് ഒനീലിന്റെ സാധനം എടുത്തത് നല്ല അടിപൊളി ഗെയിമായി. അവളുടെ സാധനം എടുത്തിട്ട് പിന്നെയും അതിന് 4 ബാക്കി വെച്ചപ്പോ ഒനീലിനെ തന്നെ എടുത്തത്. അല്ലാതെ ബാക്കി അപ്പൊ പുറത്താക്കാന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിലുണ്ട്. അയാൾക്ക് ഉറപ്പാണ് ടാർഗറ്റ് ഒനീലാണല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ കളിച്ചു. നല്ല ഗെയിമായിരുന്നു. അപ്പൊ ഒരു ഡീസന്റ് എപ്പിസോഡ് അല്ലേ, വലിയ അനുമോളുടെ ആണ് ഏറ്റവും രസം. അനുമോളല്ല. പിന്നെ സത്യം എനിക്ക് അക്ബറുടെ വർത്തനം ഇഷ്ടമായത്. എന്തായാലും എന്റെ വേല ഇപ്പൊ പുറത്ത് സംസ്കാര ശൂന്യം ഒന്നിനും കൊള്ളാത്തവൻ, ഞാൻ ഇനി അത് നോക്കില്ല, അറിഞ്ഞ പറഞ്ഞും കളിക്കാൻ പോകണം. അപ്പാന് ശേഷം ഞാൻ മാസാണ്, ഞാൻ ഗുണ്ടാണ്. അയ്യോ. അപ്പൊ ഓക്കെ ഗൈസ്, ഇതില് ഒരു കോംബോ സാധനം എവിടെയെങ്കിലും ആര്യൻ ജിസേൽ. പിന്നെ വേറൊരു കാര്യം, അത് എനിക്ക് തോന്നിയൊരു കാര്യം പറയാം, ഈ സീസണിൽ BB ടീം എക്സ്പെക്ട് ചെയ്യുന്ന സാധനമായിരിക്കും ഈ ആദില നോറ സ്പ്ലിറ്റിങ്. കുറെ കമന്റ്സ് ഞാൻ കണ്ടു, കുറെ പേര് സംസാരിക്കുന്നുണ്ട് സ്പ്ലിറ്റിങ്. ഇന്നിപ്പോ അവര് ലൈവിലൊക്കെ ഇരുന്നിട്ട് ഇത് പറയുന്നുണ്ട്. ആദില കുറച്ചൊരു ഓവർ കെയറിങ് ആയിട്ട് നോറയുടെ സാധനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നൂറിയും അവളുടെ സ്റ്റാൻഡ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മറ്റേ കേറിക്കണ്ടേ ഷാനുക്ക അവർക്ക് ഉപദേശം കൊടുക്കണ്ടേ? അല്ല, നിങ്ങൾക്ക് കുട്ടികൾ വേണ്ടേ, സ്വന്തം ചോരലുള്ള കുട്ടികൾ വേണ്ടേന്നൊക്കെ ഉപദേശം കൊടുക്കുന്നുണ്ട്. അവർക്കും വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം ആ ഒരു ഓപ്ഷൻ, കാരണം ഇതൊരു നല്ല ഓഡബിൾ കണ്ടന്റ് ആണ് ഏത്. പക്ഷെ പിന്നെ അവർക്ക് പുറത്തിറങ്ങിയ സ്ട്രഗിൾ ആവും. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, കാരണം അവരങ്ങനെ ചെയ്യുന്നവരല്ല. പക്ഷെ ഇവരുടെ ഇടയിൽ ഒരു സ്പാർക്ക് ഇടാൻ ആരെങ്കിലും വരുമോ, അത് ഉള്ളവരെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നടക്കില്ല. ഷാനവാസിനെ കൊണ്ട് ആ പറച്ചിലോണ്ട് അല്ല പറയണ എങ്ങനെയാ പറയാ, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ മതിയോ, നിങ്ങൾക്ക് കുട്ടികൾ വേണ്ടേ, ചോരയുള്ള കുട്ടികൾ വേണ്ടേ, അങ്ങനെ ഇങ്ങനെ കുറെ ഉപദേശം ഇന്നലെ. പക്ഷെ അത് നടക്കില്ല, അതൊന്നും അങ്ങനെയൊന്നും നടക്കൊന്നുമില്ല. ഇവര് തമ്മിലുള്ള ഒരു ഈഗോ പൊസസീവ്നെസ് വർക്ക്ഔട്ട് ചെയ്താൽ ചിലപ്പോൾ രണ്ടുപേരും സ്പ്ലിറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതെന്താ അറിയോ, ശരിക്കും ഇപ്പോഴും അവിടെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആരും ഇത് രണ്ടുപേരും ഒന്നെന്നുള്ളത് ആ കോൺസെപ്റ്റ് എത്ര പവർഫുൾ ആണെന്നുള്ളത് മനസ്സിലാക്കണില്ല. ആർക്കും അത് മനസ്സിലാവുന്നില്ല. അവര് നൈസായിട്ട് എന്ത് ചെയ്യുന്നത്, 1 വീക്ക് കഴിഞ്ഞു, 2 വീക്ക് കഴിഞ്ഞു, 3-4 വീക്ക് കഴിഞ്ഞ് പിന്നെ ഇത് റിയലൈസ് ചെയ്തിട്ട് ഇവർക്കെതിരെ ഒരു ഗെയിം. ഇപ്പൊ എല്ലാരും പോണ ഗെയിം ആർക്കെതിരെ, അനീഷിനെതിരെ, അല്ലെങ്കിൽ ജിസേലിനെതിരെ, അല്ലെങ്കിൽ അക്ബറിനെതിരെ, ഇങ്ങനെ പോകുന്നുള്ളൂ. ഇവരതിനിടയിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. അത് നൈസാണ്. ശരിക്കും അതൊരു സൈലന്റ് ഗെയിം ആയിട്ട് ഇങ്ങനെ പോവാണോന്ന് വെച്ചാൽ ആണ്. അവര് അങ്ങനെ പോവാണ് അവര്. അത് ശരിക്കും 4 ആഴ്ച 5 ആഴ്ച കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പുറത്തുനിന്ന് വൈൽഡ് കാർഡ് വരുമ്പോഴൊക്കെ ആവും ചിലപ്പോ ഇത് എക്സ്പ്ലോർ ചെയ്യാം, ഈ ആസ്പെക്ട്. മനസ്സിലായോ? അവരെ ബ്രേക്ക് ചെയ്യാന്നുള്ളൊരു സാധനം ആസ്പെക്ട്, അത് ചിലപ്പോ വൈൽഡ് കാർഡ്സ് ആയിരിക്കും ചെയ്യാൻ പോണത്. ലെറ്റ്സ് സീ.